മനുഷ്യ, എത്ര ദിവസമായി ഇങ്ങോട്ട് ഈ ഡാൻസ് സ്റ്റെപ്പ് ഞടിപ്പിക്കുന്നത്? കളിക്ക്. മടുത്തടി മടുത്ത്. എനിക്കൊരു വയ്യാത്ത പട്ടിയെ കൊണ്ട് കയ്യാലെ കേറ്റല്ലേ കുഞ്ഞാറ്റെ. ഡാൻസ് കളിച്ചില്ല, നിങ്ങളെ പിടിച്ച കയ്യാലൊക്കെ ഇടൂ. എടി നീ പറയുന്ന സ്റ്റെപ്പൊന്നും എനിക്ക് കളിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്റെ മനുഷ്യ, ഒരു പാട്ട് വെറും 4 മിനിറ്റാ. 16 സ്റ്റെപ്പ് വെച്ചാൽ ഒരു ഡാൻസ് അങ്ങ് തീരൂ. 16 സ്റ്റെപ്പ്. റിട്ടയർഡ് ആകുന്നതിന് മുമ്പ് ഓഫീസിൽ ഒരു 10 സ്റ്റെപ്പ് ഉണ്ട്. 3 സ്റ്റെപ്പ് കയറുമ്പോൾ മുട്ടയിലെ ചിരട്ട ഒരു കണങ്കാലേ വരും. അപ്പോഴവിടെ 16 സ്റ്റെപ്പ്. ഈ 16 സ്റ്റെപ്പ് കഴിയുമ്പോൾ എൻ്റെ 16 അടി നടക്കും. അങ്ങനെ ഒന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഡാൻസ് കളിച്ചേ പറ്റൂ. ഈ തവണത്തെ റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടിക്ക് നമ്മുടെ ഡാൻസിലായിരിക്കണം ഫസ്റ്റ്. അതെന്റെ ഒരു വാശിയാ. വല്ലാത്തൊരു വാശിയായി പോയി. പിന്നെ ചേട്ടാ, ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ നാടൻ, ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറബിക്. നീ എന്തോ റെസ്റ്റോറന്റ് നടത്താൻ പോവാണോ? അതല്ല, നാടൻ ഡാൻസ്, നോർത്ത് ഇന്ത്യൻ ഡാൻസ്, ചൈനീസ് ഡാൻസ്, പിന്നെ അറബിക് ഡാൻസ്. എന്റെ കുഞ്ഞാറ്റ, ഈ അറബിക് ഡാൻസ് എന്നൊക്കെ പറഞ്ഞ വലിയ ഡാൻസാ. വലിയ ഡാൻസ് അല്ല, വലിയ ഡാൻസ്. ഈ കൊളസ്ട്രോളും പ്രഷറും ഷുഗറും യൂറിക് ആസിഡും ഒക്കെ ഉള്ള ഞാൻ ഈ ഡാൻസ് കളിച്ചാൽ ചത്തുപോകും. ഷുഗർ വന്ന് പ്രഷർ വന്ന് ചത്ത് എന്ന് പറയുന്നതിനും ഭേദമാണ് ഡാൻസ് കളിച്ച് ചത്ത് നാട്ടുകാർ. ഡാൻസ് കളിച്ച് ചത്തെന്ന് നാട്ടുകാർ പറയത്തില്ല. നീ എന്നെ ഡാൻസ് കളിപ്പിച്ച് കൊന്നേ പറയത്തുള്ളൂ. എന്റെ കുട്ടു, എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണം. ശ്രദ്ധിച്ചു കേൾക്കാം. ആ തെക്കേലെ സുമല്ലേ, സുമ വലിയ ആവേശം വേണ്ട. അവളുടെ ഭർത്താവ് രമേശനോട് ഡാൻസ് കളിക്കാൻ പറയേണ്ട താമസം അവൻ രണ്ട് കളി നടക്കും. അതേപോലെ ബെറ്റി ബിജോയോട് ഡാൻസ് പറയേണ്ട താമസമേ ഉള്ളൂ, അവനും അങ്ങനെ തുടങ്ങും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു പണിയില്ല. ഭാര്യയുടെ ചെലവിലാ കഴിയുന്നത്. അപ്പൊ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളണ്ടി വരും. ഞാൻ അങ്ങനാണോ? 36 വർഷത്തെ ഗവൺമെന്റ് ജീവിതം കഴിഞ്ഞ് റിട്ടയർഡായി പെൻഷൻ പറ്റി വിശ്രമ ജീവിതം നയിക്കുന്ന ഒരാളാണ്. 36 വർഷം സർവീസിലിരുന്ന് വിശ്രമിച്ചിട്ടൊന്നും പോരായോ? ഇനിയും വിശ്രമിക്കണം. എന്റെ പൊന്നു മനുഷ്യ, ഇനിയെങ്കിലും നേരാൻ വെള്ളം വല്ല ദേഹം ഈ പണി ചെയ്യ്, ഇല്ലെങ്കിൽ പിത്ത വരും. നീ എന്ത് പറഞ്ഞാലും ശരി, എനിക്കിനി ഡാൻസ് കളിക്കാൻ വയ്യ. ഡാൻസ് കളിച്ചേ പറ്റൂ. പറ്റത്തില്ലെന്ന്. എടി, ഞാൻ ഇതാ പറഞ്ഞേ, ഞാൻ ഡാൻസ് കളിച്ചാൽ നീ ഇപ്പൊ പറഞ്ഞതുപോലെ മാട്ടയായി പോകും. അതുകൊണ്ടാ കളിക്കാത്ത, മനസ്സിലായോ? പിന്നെ നിനക്ക് നിർബന്ധമാണ്, ഈ മലയാളത്തിൽ എന്തോരം നല്ല പാട്ടുണ്ട്. ഏതെങ്കിലും ഒരു നല്ല പാട്ട് നമുക്ക് ഡാൻസ് കളിച്ചാൽ പോരെ? അങ്ങനെയാണ് നല്ലൊരു പാട്ടുണ്ട്. ഞാൻ ഡാൻസ് കളിക്കാൻ, നീ ശ്രദ്ധിച്ചോണം. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. എങ്ങനുണ്ട്? ഇത് പറ്റത്തില്ലെങ്കിൽ വേറെ പിടിച്ചു. ഇതെന്തായാലും നിനക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന്, കേൾക്കുന്നതും ഒന്ന്, കരുണാമയനാം ദൈവമൊന്ന്, കരുണാമയനാം ദൈവമൊന്ന്. ഒരു താളം ബോധമില്ലാത്തൊരു മനുഷ്യൻ. ഞാനൊരു ഡാൻസ് കളിച്ചാ, ഒന്ന് കളിച്ചു നോക്ക്. ഒരു മധുര കിനാവിൽ ലഹരിയിലെ കുടമുല്ല പൂവിരിഞ്ഞു, അതിലായിരം ആശകൾ പൊന്മല നീയും തെൻവണ്ടു ഞാൻ മലരേ. എന്റെ ഈ ഷുഗറൊക്കെ വെച്ചോണ്ട് അപ്പൊ അവള് മധുരമുള്ള പാട്ടും കൊണ്ട് വന്നിരിക്കുന്നു. കയ്യിൽ മാത്രമൊക്കെ ഷുഗർ ഉണ്ടോന്നോ? നീ പനങ്ങാതെ ഒരു മിനിറ്റ് വന്നാ ഇതിന് ചുറ്റും ഉറുമ്പോന്ന് കൂടി. അതാ എന്റെ അവസ്ഥ. നിനക്ക് ഈ താളത്തിനൊത്തൊരു പാട്ട് പോരെ? അതിന്നാ പിടിച്ചോ, നമുക്ക് നോക്കാമല്ലോ പഴയ പാട്ട്. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇതിന്റെ ഇടയ്ക്ക് ഒരു സത്യൻ, നസീറും ജയപാരിൽ നിന്നും കളറാകൂല്ലേ, ഒരു സത്യൻ അങ്ങ് പിടിച്ചോണ്ട് കയറാന്ന് വിചാരിച്ചു. ഞാൻ ആരാന്ന് മനസ്സിലായോ? സെക്രട്ടറി. എന്തിന്റെ?
അസോസിയേഷന്റെ. ഏത് അസോസിയേഷന്റെ? ഓ, ത്രയംബകം റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി. ഇത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ ആളാ ഞാൻ. ഡാൻസ് പഠിത്ത കിടം പറയായി അവിടെ ജെസിയും വിനയൊക്കെ കഥ കടച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യൻ അവർ കാണുന്ന പോലും ഇല്ല. അവര് കഥ കടച്ചിട്ട് ഡാൻസ് കളിച്ച സെക്രട്ടറി എങ്ങനെ കണ്ടേ? ഞാൻ അവരുടെ വീണ്ടും അതിലാ വന്ന കഥ കടഞ്ഞു കിടക്കുമായിരുന്നു. ആ ജനലിനകത്തുള്ള കട്ടണൊന്ന് മാറ്റി നോക്കി. എന്നാലും ഒളിഞ്ഞു നോക്കിയൊന്ന് സമ്മതിക്കരുത്. ഞാൻ സെക്രട്ടറി അല്ലേ, എല്ലായിടത്തും എന്റെ കണ്ണെത്തണം. സെക്രട്ടറി, കാര്യപരിപാടികളൊക്കെ എന്തായി? ഈ പ്രാവശ്യത്തെ പരിപാടി മൊത്തം വെറൈറ്റിയാ. എന്താ വെറൈറ്റി? വെറൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈശ്വര പ്രാർത്ഥന. വെറൈറ്റിയാ? പിന്നെ സെക്രട്ടറി, നമ്മുടെ ചന്ദനത്തിരിയും ചന്ദനത്തിരിയും തെരുവുതിരിയൊക്കെ അവിടെ അതല്ലെന്ന്. പിന്നെ ഈ പരിപാടി തുടങ്ങുമ്പോ ആ ചന്ദ്രനെ ഇത്തിരി മാറ്റിയെടുത്തണം. അവൻ ഇത്തിരി ഓവറാ. അവനെ മാറ്റിയേക്കാം. എനിക്ക് പ്രത്യേകം ഒരു കാര്യം പറയാനുണ്ട്. ഈ മാതൃകാ ദമ്പതികളുടെ അവാർഡ് മേടിക്കുമ്പോഴേ പലകോ ഒന്നും വേണ്ട, വല്ല പൊന്നാടയോ സർട്ടിഫിക്കറ്റോ വല്ലതും മതി. അതെന്തോട്ടോ അങ്ങനെ പറഞ്ഞേ? കഴിഞ്ഞ വർഷം മാതൃകാ ദമ്പതികൾക്ക് കിട്ടിയ അവാർഡ് കൊണ്ട് ആ പലക കൊണ്ട് ഇവളെന്റെ തലക്കിട്ടൊരു കീച്ചു 8 സ്റ്റിച്ച്. ഇത് കണ്ടോ? അയ്യോ കേട്ടോ, എന്നാ പരിപാടി ചേച്ചി കാണിച്ചേ? ഞാനേ കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം. ബാക്കി പ്രാക്ടീസ് വന്നിട്ട്. എന്റെ പൊന്നടോ, മടുത്ത് രാവിലെ മുതൽ ഡാൻസ് കളിച്ച് ഊപ്പാട് വന്നു. എടോ, ഇതിനൊക്കെ ആ ബുദ്ധി പ്രയോഗിക്കണം എന്ന് പറഞ്ഞ എന്റെ ഭാര്യയ്ക്കും ഡാൻസ് കളിക്കണം എന്നൊരാഗ്രഹം. എടാ, നമ്മളൊക്കെ ഈ തിരക്കിന്റെ ഇടയ്ക്ക് എന്നാ ചെയ്യാനാ? ഞാൻ എന്റെ ഡ്രൈവറോട് പറഞ്ഞു പാട്ടോ ഡാൻസോ കഥ പറച്ചോ എന്നാ വേണോ ആയിക്കൊള്ളാൻ പറഞ്ഞു. അവസാനം നാട്ടുകാർക്ക് വേറെ കഥ പറയാനുണ്ടാകാതിരുന്നാ മതി. ആ സെക്രട്ടറി, ജ്യൂസ് കുടിച്ചോളി. കലങ്ങിയില്ല. ഇത്ര നേരം ഡാൻസ് കളിച്ചിട്ട് എനിക്കല്ലേ ജ്യൂസ്? അശോകന് ക്ഷീണമാകാം. സെക്രട്ടറി ഇന്നലെ എവിടെയായിരുന്നു? ഞാൻ ഇന്നലെ ശ്രുതിയും ശ്യാമിലെയും ഡാൻസ് സംവിധാനം ചെയ്യല്ലായിരുന്നോ? ഡാൻസ് സംവിധാനമല്ല, കൊറിയോഗ്രാഫി. നോ, അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഹാളിലെ ഡെസ്കും ബെഞ്ചും മാറ്റി അവർക്ക് ഡാൻസ് ചെയ്യാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നു. അതിന് ക്ലീനിങ്, റൂം ക്ലീനിങ് എന്ന് പറയാം. എന്റെ പേരാണോ സംവിധാനം? എടോ, നിങ്ങളിങ്ങനെ താളബോധം ഒന്നും ഇല്ലാതെ ഡാൻസ് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സമ്മാനം കിട്ടണമെങ്കിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മുടെ അസോസിയേഷനിൽ ഒരു പുതിയ താമസക്കാർ വന്നിട്ടുണ്ട്. കലാമണ്ഡലത്തിലെ ടീച്ചറാ. അവർ 3 പെമ്പിള്ളേർ, നല്ല സുന്ദരിയായ പെമ്പിള്ളേരും. അവരവിടെ ഡാൻസ് പഠിത്തമൊക്കെ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതിന് ഇങ്ങേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ. ആര് പറഞ്ഞ ഇൻട്രസ്റ്റ് എന്ന്? ഞാൻ ഡാൻസ് കളിക്കാൻ പോകാം. എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ട്, ഞാൻ വരാം. അപ്പൊ ഇത്രയും ദിവസം ഞാൻ ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോ നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് വയ്യാന്ന്? ഓ എടി, ഇത് എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. എനിക്ക് വേണ്ടി. നീ ആരുടെ മുമ്പിലും തോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതിനു വേണ്ടി ഡാൻസ് പഠിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഇതേ ദുരാഗ്രഹ. എന്തായാലും നനഞ്ഞില്ലേ, നമുക്കങ്ങ് കുളിച്ച് കയറാം. ഞാൻ നിങ്ങളെ കുളിപ്പിച്ച് കിടത്തണോ അതോ നിങ്ങൾ അകത്തേക്ക് കയറി പോണോ?